ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BDJSന്റെ കരുത്ത് പ്രകടമായെന്ന് തുഷാർ വെള്ളാപ്പള്ളി. CPIMന്റെ വോട്ട് മാത്രമല്ല BDJS വഴി NDA സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചത്. ഇക്കാര്യം BJP കേന്ദ്ര നേതൃത്വത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും തുഷാർ വെള്ളാപ്പള്ളി 24നോട് പറഞ്ഞു. CPMന്റെ വോട്ട് മാത്രമല്ലോ പോകുന്നത്, BDJSന്റെ വോട്ട് BJPയിലേക്ക് പോയിട്ടുണ്ട്. CPM നടത്തിയ അവലോകനം ശരിയാണോ തെറ്റാണോ എന്ന് പറയേണ്ടത് ഞാനല്ലല്ലോ, ശരിയതല്ലല്ലോ. അതായത് BDJSന്റെ ശക്തി തെളിയിച്ച ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് കടന്നുപോയത്. അതെ, ഇവിടെ എല്ലാ സർവേകളിലും BDJSന്റെ വോട്ടുണ്ടെന്നും ആ വോട്ട് കൃത്യമായിട്ട് BJPയിലേക്ക് ചെന്നെന്നും കണ്ടല്ലോ. അത് ചില വിമർശനങ്ങൾ ഉണ്ടായിരുന്നല്ലോ, BDJSന്റെ കാലം കഴിഞ്ഞു അല്ലെങ്കിൽ ഇതിന് പ്രസക്തി ഇല്ല, അത് തെറ്റാണെന്ന് തെളിയിച്ചില്ലേ ഈ തെരഞ്ഞെടുപ്പ്? തെളിയിച്ചല്ലോ, എല്ലാ സ്ഥലത്തും തെളിയിച്ചു കഴിഞ്ഞില്ലേ. BJPയും അത് ബോധ്യപ്പെടുമെന്ന് കരുതുന്നില്ലേ? PM-ഉം അമിത് ഭായും സന്തോഷ് ജി നഡ്ഡാജി നേരിട്ട് എന്നോട് പറഞ്ഞ കാര്യമാണത്. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാധാകൃഷ്ണൻ, എന്തൊക്കെയാണ് തുഷാറിന്റെ അവകാശവാദം? തുഷാർ പറഞ്ഞ നിലപാടുകളിൽ ഏറ്റവും അവസാനത്തതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ളത്. കാരണം PM അമിത്ഷാ, ഒപ്പം സംഘടനാ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന BJPയുടെ ജനറൽ സെക്രട്ടറി ഗണേശ്, നദ്ദ, BJPയുടെ ദേശീയ അധ്യക്ഷൻ നദ്ദ എന്നിവർക്ക് കേരളത്തിൽ BDJSന്റെ ശക്തി എന്താണ് എന്ന് ബോധ്യപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനർത്ഥം മറുവശത്ത് കേരളത്തിലെ മറ്റാർക്കും അക്കാര്യം ബോധ്യപ്പെട്ടില്ല എന്ന് കരുതുന്നു എന്ന സൂചനയും, ഒപ്പം അങ്ങനെ ഉണ്ടായാൽ പോലും അത് പ്രശ്നമില്ല, BJP ദേശീയ നേതൃത്വത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന അവകാശവാദവുമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് BDJSന് ലഭിക്കേണ്ട സ്ഥാനമാനങ്ങൾ, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ, മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ അതിന്റെ ഭാഗമായിട്ടുള്ള നടപടികളിലൊക്കെ അവർക്ക് ലഭിക്കേണ്ട സ്ഥാനമാനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അവകാശവാദങ്ങൾ കൂടിയാണ് ഈ വിധത്തിൽ ഉന്നയിക്കാനായിട്ട് തുഷാർ വെള്ളാപ്പള്ളി ശ്രമിക്കുന്നത്. അദ്ദേഹം ഡൽഹിയിലാണ് ഉള്ളത്. BJPയുടെ കേന്ദ്ര നേതൃത്വം അടക്കമുള്ളവരുമായിട്ട് ചില ചർച്ചകൾക്ക് വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ചില പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ, ചില ബോർഡ്, കോർപ്പറേഷനുകൾ അടക്കമുള്ള ചില പ്രധാനപ്പെട്ട സ്ഥാനമാനങ്ങളാണ് ഇപ്പോൾ BDJSന്റെ മനസ്സിലുള്ളത്. അത് ചോദിച്ച് നേടുക എന്നുള്ളതാണ് BDJSന്റെ ലക്ഷ്യം. ചില കമ്മീഷനുകളിലേക്കും BDJS അംഗങ്ങളെ അംഗീകരിക്കണം എന്ന വിധത്തിലുള്ള നിർദ്ദേശം BDJSനുണ്ട്. അതുകൊണ്ട് നേരത്തെ തന്നെ ഈ വിഷയങ്ങളിലൊക്കെ BJP നേതൃത്വവുമായിട്ട് ചർച്ച നടത്തി കാര്യങ്ങൾ ഒരു സമവായത്തിലെത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. സംസ്ഥാന ഘടകവുമായിട്ട് ഇപ്പോഴും BDJSന് ഒരു നല്ല ബന്ധമാണ് എന്ന് കരുതുക സാധ്യമല്ല. ഈ ഒരു അവസരത്തിൽ കൂടിയാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ ഡൽഹി സന്ദർശനം. ഇനി വയനാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് വരാൻ നിൽക്കുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ലഭിച്ച വോട്ടുകളുടെ എണ്ണം കുറയുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറരുത്. അത് BJP കേന്ദ്ര നേതൃത്വത്തിന് നിർബന്ധമുള്ളതാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തുഷാർ വെള്ളാപ്പള്ളിയുടെ ഡൽഹി സന്ദർശനത്തിന് വലിയ പ്രാധാന്യവും രാഷ്ട്രീയമായിട്ട് നമുക്ക് കാണേണ്ടി വരും. ശരി, ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.